യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം ആദ്യത്തെ 6 വാക്യങ്ങൾ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവനോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. എന്താണ് കാണുവാൻ കഴിയുന്നത്? പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു, എന്നാൽ ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നു അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നു അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നതായ അത്ഭുതം യേശു കർത്താവ് ചെയ്തതായ ഏറ്റവും അവസാനത്തെ അത്ഭുതമാണ്. കർത്താവായ യേശു ക്രിസ്തു പാപിയായ മനുഷ്യനു വേണ്ടി കഷ്ടത അനുഭവിച്ചു. അവസാനം ഒരു വെള്ളിയാഴ്ചയിൽ അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അതായത് എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും നമുക്കെല്ലാവർക്കും വേണ്ടിയും ആ വെള്ളിയാഴ്ചയിൽ യേശു ക്രൂശിൽ മരിച്ചു. എന്നാൽ ഞായറാഴ്ച പ്രഭാതമാകുന്നതിന് മുൻപ് തന്നെ കല്ലറയെ ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നമ്മൾ വായിച്ചതായ വചനഭാഗം അത് ഏതു സന്ദർഭത്തിൽ ഉള്ളതാണെന്ന് വെച്ചാൽ, യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് കല്ലറയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ശേഷം നടന്നതായ അത്ഭുതമാണ്. അതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ 20 അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ 19 വാക്യം. ആഴ്ചവട്ടത്തിൻ്റെ 1 നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ഇങ്ങനെ കർത്താവ് അവരോട് അരുളി ചെയ്തു. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ ശേഷം ശിഷ്യന്മാർ അവരുടെ ഉള്ളിൽ കുറേയൊക്കെ അവിടെയുണ്ടായിരുന്ന അധികാരികളെയും യഹൂദന്മാരെയുമൊക്കെ ഭയപ്പെട്ടിട്ട് അവർ ഒരു മാളിക മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. അവർ അങ്ങനെ ഒരു മുറിയിൽ കയറി അടച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവർ ആയിരുന്നതായ മുറിയിലേക്ക് കയറി വന്നു. അതായത് വാതിലടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ യേശു അവരായിരുന്ന മുറിയിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയാണ്? അവൻ മഹത്വമുള്ള ശരീരം ധരിച്ച് അവരുടെ മധ്യയിലേക്ക് പ്രത്യക്ഷനായി. അവൻ സർവ്വവ്യാപിയായവനാണ്, എല്ലായിടത്തും പോകുവാൻ കഴിയുന്നവൻ. യേശു ആ ദിവസം ശിഷ്യർ ഇരുന്നതായ ആ മുറിയിലേക്ക് പ്രവേശിച്ചു. ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. യേശുവിനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ ദൈവമാകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇപ്പോൾ നമ്മളാണ് ബാക്കിയായിരിക്കുന്നത്. നമ്മെയും അവർ ഒരുപക്ഷെ കൊന്നുകളഞ്ഞാലോ? അതിനുശേഷം ഓരോരുത്തരെയായിട്ട് അവർ കൊന്നുകളഞ്ഞേക്കുമോ എന്നുള്ള ഭയത്തോടുകൂടി വിറച്ച് അവർ മാളികമുറിയിൽ ഒളിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യയിൽ പ്രത്യക്ഷനായ ശേഷം അവരോട് ആദ്യം പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? ഷലോം. എന്താണ്? ഷലോം. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. എപ്പോഴാണോ യേശു ക്രിസ്തു സഡനായിട്ട് അവരുടെ മധ്യയിൽ പ്രത്യക്ഷനായത്, ശിഷ്യന്മാർക്ക് അപ്പോൾ കുറേയൊക്കെ ഭയമുണ്ടായി. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് തൻ്റെ കൈകളെ കാണിച്ചു. അവൻ്റെ കൈകളെ കാണിച്ചു. അടുത്തതെന്താണ്?
ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്തുകൊണ്ടാണ് യേശു തൻ്റെ കൈകൾ അവരെ കാണിച്ചത്? അതിൻ്റെ കാരണം അവരിൽ കുറേയൊക്കെ ഭയമുണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് സത്യമായിട്ടും കർത്താവിനെയാണോ എന്ന ചോദ്യത്തോടെ അവർ ആയിരുന്ന സമയത്ത് യേശു കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വേണമെങ്കിൽ എൻ്റെ കൈകളെ നോക്കുവിൻ എന്ന് പറഞ്ഞ് കൈകൾ കാണിച്ചു. തൻ്റെ വിലാപ്പുറം കാണിച്ചു. യേശു ക്രിസ്തു ആണെന്നവർക്ക് മനസ്സിലായതിൻ്റെ ശേഷം അവർ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ യേശു ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടിട്ട് പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ എങ്ങനെയാണോ അയച്ചത്. വായിക്കുകയാണ് 21 വാക്യം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പറയുകയാണ്, പിതാവ് ഈ ലോകത്തിലേക്ക് ദൈവിക സുവിശേഷത്തെ അറിയിക്കുവാനായി, ദൈവരാജ്യം പ്രസംഗിക്കുവാനായി, എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവ് അവരോട് ക്ഷമിക്കും എന്നുള്ളതായ വാസ്തവത്തെ അറിയിക്കുവാനായി, ഏതു രീതിയിലാണോ പിതാവ് എന്നെ അയച്ചത്, ഇപ്പോൾ എൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ആ കാലത്ത് ശിഷ്യന്മാരുടെ പ്രവൃത്തി എന്താണ്? ശുശ്രൂഷ എന്താണ്? സുവിശേഷം പ്രസംഗിക്കുകയാണ്. ദൈവ രാജ്യത്തെക്കുറിച്ചുള്ളതായ വാർത്ത ജനത്തെ അറിയിക്കുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ ആ കാലത്ത് യേശുക്രിസ്തു പത്രോസിനെയും അന്ത്രയാസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ബാക്കിയുള്ള 7 ശിഷ്യന്മാരെയും കർത്താവ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വാർത്ത ലോകത്തെ അറിയിക്കേണ്ടതിന് വേണ്ടി അവരെ തിരഞ്ഞെടുത്തു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16, 17, 18, 19 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു അവരെ നോക്കിയിട്ട്, നിങ്ങളെന്നെ അനുഗമിക്കുക, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ പത്രോസും അന്ത്രയാസും അവർ തങ്ങളുടെ വല ഉപേക്ഷിക്കാനിടയായി തങ്ങളുടെ വള്ളങ്ങൾ ഉപേക്ഷിച്ചു. യേശു കുറച്ചുകൂടി മുൻപോട്ട് പോയിട്ട് സെബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടിട്ട്, എന്നെ നിങ്ങൾ അനുഗമിപ്പീൻ എന്ന് അരുളി ചെയ്തപ്പോൾ അവരും വല ഉപേക്ഷിച്ചു, അവരുടെ വ്യാപാരത്തെ ഉപേക്ഷിച്ചു, അവരുടെ പടകുകളെ അവർ ഉപേക്ഷിച്ചു, യേശുക്രിസ്തുവിനെ അവർ അനുഗമിച്ചു. ഇപ്പോൾ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചിരിക്കുന്നു. പാപിയായ മനുഷ്യനു വേണ്ടി പരമയാഗമായിട്ട് തന്നെ അവൻ സമർപ്പിച്ചു കഴിഞ്ഞു. ക്രൂശിൽ അവൻ മരിക്കുവാൻ ഇടയായി. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൻ്റെ മുള്ളിനെ ഓടിച്ചു കളഞ്ഞു. ഇനിയും ഏത് വ്യക്തിയാണെങ്കിലും ശരി, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയാണെങ്കിൽ, അവൻ ചെയ്തതായ പാപപരിഹാര യാഗം അംഗീകരിക്കുകയാണെങ്കിൽ അവന് നരകത്തിൽ പോകേണ്ടതായ കാര്യം ഇല്ല. ഈ ശുഭവാർത്ത, ഈ സുവിശേഷം പോയി പറയുക. ആരും നരകത്തിലേക്ക് പോകേണ്ടതായ കാര്യമില്ല. എത്ര വലിയ പാപിയായ മനുഷ്യനാണെങ്കിലും ശരി, അവന് വരേണ്ടിയിരിക്കുന്നതായ സകല ശിക്ഷാവിധിയും ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു. അവൻ്റെ ശിക്ഷ ഞാൻ വഹിച്ചിരിക്കുന്നു, പരമയാഗമായി തീർന്നിരിക്കുന്നു. ഇനിയും നിങ്ങളിൽ ആരും തന്നെ നരകത്തിലേക്ക് പോകേണ്ടതായ കാര്യമില്ല. ഇത് ചെന്ന് അറിയിക്കുക. അതായിരുന്നു യേശുക്രിസ്തു വന്ന ശിഷ്യന്മാരെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ. നീതിമാന്മാർ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സകല വ്യക്തികളും പാപം ചെയ്തിരിക്കുന്നു. സകല വ്യക്തികളും തെറ്റ് ചെയ്തിരിക്കുന്നു. കണ്ണുകൾ കൊണ്ടുള്ള പാപം, കണ്ണുകൾ കൊണ്ട് അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ നോക്കുന്നു. ചിന്തകളിലുള്ളതായ പാപം, അശുദ്ധിയുള്ളതായ സംസാരം, അശുദ്ധിയുള്ളതായ പ്രവർത്തികൾ, പാപത്താൽ അശുദ്ധിയായിട്ടുള്ള ശരീരം, കാമവികാര പ്രവർത്തികൾ, അങ്ങനെ വളരെ ഭയങ്കരമായിട്ടുള്ളതായ പാപപ്രവർത്തികൾ മനുഷ്യൻ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതെന്നെ ഒരുപാട് വേദനിപ്പിക്കാനിടയായി. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കെ 2 ഓട്ടോ ഡ്രൈവർമാർ തമ്മിൽ വഴക്കുകൂടുകയാണ്. എല്ലാവരും അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്തൊരുവൻ കത്തിയൂരിയെടുത്തു. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അവൻ കത്തിയൂരിയിട്ട് മറ്റേ ആ വ്യക്തിയെ കുത്തുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുന്നു. മുറിവേറ്റവൻ അവിടെ വീഴാനിടയായി. എല്ലാവരും നോക്കി നിൽക്കുന്നു. കത്തികൊണ്ട് കുത്തിയവൻ ധൈര്യമായിട്ട് നിൽക്കുന്നു. എല്ലാവരും നോക്കുന്നു. വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ആ വീണുകിടക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ എടുക്കുകയാകട്ടെ, നോക്കുകയാകട്ടെ, അല്ലാതെ അവനെ എഴുന്നേൽപ്പിക്കാനോ മുഖത്തൽപ്പം വെള്ളം തളിക്കുകയോ അവൻ ജീവനോടുണ്ടോ മരിച്ചുപോയോ എന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നതേയില്ല.
അത്ഭുതം തോന്നി. കൺമുൻപിൽ ഒരു വ്യക്തി മുറിവേറ്റ് കിടന്ന മരണത്തോട് മല്ലടിക്കുമ്പോൾ മുറിവേറ്റ് കിടക്കുന്ന അവനോട് ഒരു മനുഷ്യത്വം പോലും കാണിക്കുവാനായിട്ട് ആരും മുൻപോട്ട് വരുന്നില്ല. എന്തു സംഭവിക്കുന്നു? ഇന്ന് മനുഷ്യൻ്റെ ജീവിതം പോകുന്നത് എവിടേക്കാണ്? പ്രിയ സഹോദര സഹോദരി, ഇത് കേവലമൊരു ഉദാഹരണം മാത്രമാണ്. ഈ കാലത്ത് പാപം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനിലെ മനുഷ്യത്വം ദിനംതോറും ഇല്ലാതെയാകുന്നു. എന്നിരുന്നാലും ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വളരെ ഭയങ്കരമായിട്ടുള്ളതായ സ്വഭാവം ഉണ്ടായിരിക്കുന്നതായ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് പോകുന്നത്? അവൻ ചെയ്തതായ പാപ പ്രവൃത്തികൾ കാരണം, അവനുണ്ടായിരിക്കുന്നതായ പാപത്തിൻ്റെ ദുശീലങ്ങൾ കാരണം, അവൻ ചെയ്തതായ വഞ്ചനകൾക്കനുസരിച്ച് നിശ്ചയമായിട്ടും അവൻ്റെ ശിക്ഷയായിട്ട് നരകത്തിലേക്ക് പോകേണ്ടതല്ലേ? എന്നാൽ ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിച്ചു. തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ താൻ ചെയ്തതായ പാപപ്രവൃത്തികൾ കാരണം നരകത്തിലേക്ക് പോകുന്നു. ആ മനുഷ്യൻ ചെയ്തതായ പാപപ്രവൃത്തികൾ കാരണം ആ മനുഷ്യന് വരേണ്ടിയിരിക്കുന്നതായ സകല ശിക്ഷയും ഞാൻ തന്നെ വഹിച്ചാൽ, ഞാൻ തന്നെ വില കൊടുത്താൽ, അപ്പോൾ മനുഷ്യന് വരേണ്ടിയിരിക്കുന്നതായ ശിക്ഷ മാറിപ്പോവുകയില്ലേ? ഞാനും എൻ്റെ ഭാര്യയും ആ ദിവസം ആ ഹോട്ടലിൽ ആഹാരം കഴിക്കുകയായിരുന്നു. ബില്ലടച്ചത് ആരാണ്? മാനേജർ. ഇപ്പോൾ ഞാൻ ബില്ലടയ്ക്കണമോ? പറയൂ. ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ വാസ്തവത്തിൽ അടയ്ക്കേണ്ടത് ഞങ്ങളാണ്. എന്നാൽ ഞങ്ങളുടെ പേരിൽ മറ്റൊരാൾ ആ ബില്ല് അടച്ചിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, തെറ്റ് ചെയ്ത് നമ്മളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, നമ്മളാണ്. എന്നാൽ നമ്മുടെ സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു അവൻ ആ ശിക്ഷ വഹിച്ചിരിക്കുന്നു. ഇനി ഞാനും നിങ്ങളും നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചെയ്തതായ സകല തെറ്റുകൾക്കും പകരമായിട്ടുള്ളതായ ശിക്ഷ യേശുക്രിസ്തു വഹിച്ചതുകൊണ്ട്, അവൻ രക്തം ഒഴുക്കിയതുകൊണ്ട്, നിനക്ക് വരേണ്ടിയിരിക്കുന്നതായ സകല ശിക്ഷയും അവൻ സ്വയം വഹിച്ചതുകൊണ്ട് നിന്റെ ശിക്ഷ ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു. ആ യേശു ചെയ്തതായ യാഗത്തെ നമ്മൾ കൈക്കൊണ്ടാൽ മതി. യേശു കർത്താവ് നമുക്ക് ചെയ്തതായ ത്യാഗത്തെ അത് വിശ്വസിച്ചാൽ മതി. നമ്മെ പ്രാണനെപ്പോലെ അവൻ സ്നേഹിച്ചതുകൊണ്ട് കർത്താവ് തന്നെ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ക്രൂശിൽ മറുവില കൊടുക്കുവാനിടയായി. ഇത് കൈക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ക്ഷമ ലഭിക്കും. ഇല്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ എന്തുപറ്റും? നരകത്തിലേക്ക് വീണുപോകും. നരകത്തിൽ യാതന അനുഭവിക്കും. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള ഭയങ്കരമായുള്ള അഗ്നികുണ്ഡത്തിൽ വീഴപ്പെടും. അങ്ങനെ വീഴാതിരിപ്പാൻ, യാതന അനുഭവിക്കാതിരിപ്പാൻ, പീഡ അനുഭവിക്കാതിരിപ്പാനായി ദൈവം എന്നെയും നിന്നെയും സ്നേഹിച്ചെന്തു ചെയ്തു? ക്രൂശിൽ മരിച്ചു. മാത്രമല്ല, അവൻ ദൈവമാകൊണ്ട് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് അവൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ സത്യം അറിയാമല്ലോ, ഞാൻ പാപിയായ മനുഷ്യനു വേണ്ടി പ്രാണനെ കൊടുത്തുവല്ലോ. പ്രാണനെ കൊടുക്കുക മാത്രമല്ല, ഞാൻ ദൈവമാകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തല്ലോ. എന്നിൽ ഒരുവൻ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ മരിച്ചുപോയാലും ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ പോയി ഈ സുവിശേഷം ലോകത്തെ അറിയിപ്പീൻ. ഇതായിരുന്നു ആ മാളികമുറിയിൽ വെച്ച് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശത്തിൻ്റെ സാരാംശം. അപ്പോഴാ മുറിയിൽ എല്ലാവരെയും കൂട്ടി എത്ര പേരുണ്ടായിരുന്നെന്നറിയാമോ? 10 പേരുണ്ടായിരുന്നു. യൂദ ഇസ്കരിയോത്താവ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് പിന്നീട് കുറ്റബോധമുള്ളവനായിപ്പോയി തൂങ്ങി മരിക്കാനിടയായി. യേശു അവിടെ വന്ന സമയത്ത് തോമാസ് എന്ന കർത്താവിൻ്റെ ഒരു ശിഷ്യൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോഴാ മുറിയിൽ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ 10 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു ഈ വിഷയത്തെ പറഞ്ഞതിൻ്റെ അതിൻ്റെ ശേഷമാണ് തോമാസ് അവിടേക്ക് വന്നത്. തോമാസ് അവിടെ വന്നപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, തോമാസേ, യേശുക്രിസ്തു ഇവിടെ വന്നു, ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളവനെ കണ്ടു. എന്താണ്? യേശുക്രിസ്തു വന്നുവെന്നോ? അതെ, വന്നു. നിങ്ങളെ കണ്ടുവോ? അതെ, കണ്ടു. നിങ്ങളോട് സംസാരിച്ചെന്നോ? സംസാരിച്ചു തോമസേ. തോമസ് എന്തു പറഞ്ഞെന്നറിയാമോ? യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്ന് കരുതിയോ? അതെന്താണ് തോമസ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടോ? എനിക്ക് വിശ്വാസമില്ല. എന്താണ് നിനക്ക് വിശ്വാസമില്ലാത്തത്? യേശു
നിങ്ങളോട് സംസാരിച്ചെന്നും നിങ്ങൾ കണ്ടുവെന്നും നിങ്ങൾക്ക് പ്രത്യക്ഷനായെന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തോമസ് സംശയിച്ചു. ശിഷ്യനാണ്, എന്നാൽ എന്തുകൊണ്ടോ അന്ന് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ ആ മുറിയിൽ പ്രത്യക്ഷനായ വിഷയം, അതുപോലെ അവരോട് സംസാരിച്ചതും അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തതും തോമാസ് ഇവയൊന്നും വിശ്വസിച്ചില്ല. നമുക്ക് ആ വാക്യം വായിക്കാം. 20-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ 24-ാം വാക്യത്തിൽ എന്താണുള്ളത്? എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. എന്തൊരു സംശയമാണ്! എത്ര വലിയ അപമാനമാണത്! എന്നാൽ 8 ദിവസം കഴിഞ്ഞതിന് ശേഷം 19-ാമത്തെ വാക്യമനുസരിച്ചുകൊണ്ട് ഏത് ദിവസമാണ് യേശുക്രിസ്തു വന്നിട്ട് അവരെ കണ്ടതെന്ന് പറയാൻ കഴിയുമോ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞായറാഴ്ച വന്നാണ് കണ്ടത്. 8-ാമത്തെ ദിവസം ഏത് ദിവസമാണെന്ന് പറയുക. ഞായറാഴ്ച. വീണ്ടും ഞായറാഴ്ച തന്നെ വന്നിട്ട് ശിഷ്യന്മാർ അകത്ത് വാതിലടച്ചിരിക്കുമ്പോൾ തോമാസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ശിഷ്യന്മാരുണ്ട് അവിടെ? 12 പേരിൽ ഒരാൾ മരിച്ചുപോയല്ലോ. തോമാസും ഇപ്പോൾ അവരുടെ മധ്യേ ഉണ്ടല്ലോ. മൊത്തം 11 പേർ. ആ 11 പേർ അതേ മുറിയിൽ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ യേശു വീണ്ടും വന്നു. ചോദ്യം: ആർക്കു വേണ്ടി വന്നിരിക്കാം? എന്തുകൊണ്ടാണ്? ഇവിടെ ശ്രദ്ധിക്കുക. തോമാസ് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതുള്ളതായ കൈകളിൽ വിരൽ തൊട്ട് നോക്കിയിട്ടല്ലാതെ, അവൻ്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കിയിട്ടല്ലാതെ യേശു നിങ്ങളുടെ മധ്യയിൽ വന്ന കാര്യം ഞാൻ വിശ്വസിക്കില്ല. തോമാസെ, നീ വിശ്വസിച്ചെങ്കിൽ എനിക്കെന്താണ് നഷ്ടം? തോമാസെ, നീ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കെന്താണ് അതുകൊണ്ട് നഷ്ടമുള്ളത്? പ്രിയ സഹോദരാ, സഹോദരി, യേശുവിനെ നീ വിശ്വസിച്ചില്ലെങ്കിൽ ദൈവത്തിനെന്താണ് നഷ്ടം? യേശു ചെയ്തതായ ത്യാഗത്തെ നീ വിശ്വസിച്ചില്ല എങ്കിൽ ആർക്കാണ് നഷ്ടം? നിനക്കല്ലേ നഷ്ടം. കർത്താവ് നൽകുന്നതായ സൗജന്യമായ ആ ക്ഷമയെ പ്രാപിച്ചെടുത്തില്ല എങ്കിൽ ആർക്കാണ് നഷ്ടം? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം? പ്രിയ സഹോദരി, സഹോദര, കേൾക്കുക. ഞാൻ യേശുവിൻ്റെ വചനത്തെ കേൾക്കില്ല. അവൻ്റെ സുവിശേഷത്തെ ഞാൻ അംഗീകരിക്കില്ല. അവൻ നൽകുന്നതായ ക്ഷമ എനിക്ക് ആവശ്യമില്ല. അവൻ എനിക്കായി ക്രൂശിൽ മരിച്ചു എന്ന വിഷയം ഞാൻ വിശ്വസിക്കില്ല എന്നു നീ പറഞ്ഞെന്നിരിക്കട്ടെ. അതുകൊണ്ട് ആർക്കാണ് നഷ്ടം? നിനക്കാണ് നഷ്ടം. ബാക്കിയാകുന്നത് കഷ്ടതയാണ്. മനസ്സിലാക്കുക. ആ ദിവസം ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതായ തോമാസിന് വേണ്ടി യേശു കർത്താവ് വീണ്ടും വന്നു. അന്ന് തോമാസ് ബാക്കിയുള്ള ശിഷ്യന്മാരോടൊപ്പം ആ മുറിയിൽ ആയിരുന്നത് കണ്ടുകൊണ്ട് യേശു കർത്താവ് വീണ്ടും വന്നിട്ട് ബാക്കിയുള്ള ശിഷ്യന്മാരോടൊന്നും സംസാരിക്കുന്നില്ല. ആരോടാണ് അവൻ സംസാരിക്കുന്നതെന്ന് നോക്കൂ. 26-ാം വാക്യം. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു കർത്താവ് അവരുടെ മധ്യയിൽ വന്നിട്ട് എന്താണ് അവരോട് പറയുന്നത്? എന്താണ് പറഞ്ഞത്? ഷലോം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം വേറെ ആരോടും സംസാരിച്ചില്ല. പതിയെ ആരെ നോക്കുകയാണ്? തോമാസിനെ നോക്കുകയാണ്. നോക്കിയിട്ട് തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. എന്താണ് തോമാസേ, വിശ്വസിക്കില്ലേ? ഞാൻ ചെയ്ത ത്യാഗത്തെ വിശ്വസിക്കില്ലേ? ഞാൻ കഴിച്ച പരമയാഗത്തെ വിശ്വസിക്കില്ലേ? ഞാൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കില്ലേ? നിനക്കിപ്പോഴും സംശയമാണോ? തോമാസേ, നീ നശിച്ചു പോകുവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവിശ്വാസത്തോടുകൂടി നീ എന്നെ വിട്ടകന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, യഥാർത്ഥമായും കയ്യിലെ ആണിപ്പഴുത് കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ എന്നുണ്ടെങ്കിൽ നീ കാണുക,
യേശു എത്ര നല്ലവനാണെന്ന് നോക്കുക. തന്നെ വിട്ടകന്നു പോകുന്നവനെ പിന്തുടർന്നു പോവുകയാണ്. തന്നിൽ വിശ്വസിക്കാത്തവന്റെ പിറകെ പോവുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, വിശ്വസിക്കുക. യേശു കർത്താവ് നീ ജനിച്ച അന്നു മുതൽ ഇന്നുവരെയും നിന്നെ പിന്തുടർന്ന് 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 നിന്റെ പിന്നാലെ വരികയാണ്. അന്ന് തോമാസിനോട് പറഞ്ഞു, തോമാസേ, ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കാതെ നീ വിശ്വസിക്കുകയില്ലേ? എങ്കിൽ വരൂ. അത്രയ്ക്കുള്ള ആവശ്യം യേശുവിനുണ്ടെന്നാണോ? അത്രയ്ക്കുള്ള ആവശ്യം അവനുണ്ടായിരുന്നുവോ? ഇല്ല. പ്രിയ സഹോദര സഹോദരി, ഒരു വിഷയം ഞാൻ പറയട്ടെ. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ നീ ആരെയാണോ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത്, ആ സ്നേഹം മറ്റേ വ്യക്തി കൈക്കൊള്ളുന്നില്ല എങ്കിൽ, അംഗീകരിക്കുന്നില്ലെങ്കിൽ, അത് വളരെ വേദനാജനകമാകും. നീ ആർക്കു വേണ്ടിയാണോ ത്യാഗം ചെയ്യുന്നത്, ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവ് ഒരുപാട് കഷ്ടപ്പെടുന്നു, നിങ്ങളെ വളർത്തുന്നു, അതുപോലെ മാതാവ് കഷ്ടപ്പെടുന്നു, രണ്ടുപേരും എല്ലുനുറുങ്ങ പണിയെടുത്ത് നിന്നെ പഠിപ്പിക്കേണ്ടതിനു വേണ്ടി അവർ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ നീ വെറിക്കൂത്തുമൊക്കെ ആയിട്ട് ജീവിച്ചാൽ മാതാപിതാക്കളുടെ മനസ്സെത്ര വേദനിക്കുമെന്നറിയാമോ? അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നിന്റെ സ്കൂളിലെ ഫീസ് കൊടുക്കുമ്പോൾ, കോളേജ് ഫീസ് അടയ്ക്കുമ്പോൾ, ഹോസ്റ്റൽ ഫീസ് അടയ്ക്കുമ്പോൾ, ആ പരിശ്രമത്തിൻ്റെ ഇടയിൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായാലും, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയരായാൽ കൂടുതൽ പണം ചിലവാകുമല്ലോ എന്ന് പറഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റിന് പണം പോലും ചിലവഴിക്കാതെ, തൻ്റെ ആരോഗ്യസ്ഥിതിയൊന്നും കണക്കിടാതെ ബസ്സിൽ യാത്ര ചെയ്തു പോകേണ്ടതായ ആ മനുഷ്യൻ ഒരുപക്ഷെ സൈക്കിളിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ നടന്നായിരിക്കും ജോലിക്ക് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകന് നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട്, അവൻ്റെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇങ്ങനെ ഞാൻ പണം സ്വരൂപിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇങ്ങനെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്റെ പഠനകാര്യത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? വെറുതെ കറങ്ങി നടന്നുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളുമായി പെട്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തെ ഒന്നും മനസ്സിലാക്കാതെ നീ വഴിതെറ്റിപ്പോയാൽ ആ മാതാവിനും ആ പിതാവിനും അതിനേക്കാൾ വലിയ ദുഃഖം വേറെ എന്താണ് പറയൂ? അതായത്, ഒരു വ്യക്തി നിന്നെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്നേഹത്തെ നീ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, അപമാനിക്കുകയാണെങ്കിൽ, തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ, അതിനേക്കാൾ ദാരുണമായ വേദന മറ്റൊന്നും തന്നെ കാണില്ല. സഹോദര സഹോദരി, യേശുക്രിസ്തു നമ്മെ പ്രാണനെ പോലെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ, കൈക്കൊള്ളാതെ ഇരിക്കുകയാണെങ്കിൽ, അതുമാത്രമല്ല, കൈക്കൊള്ളാതെ അത് മനസ്സിലാക്കാതെ അവനെ അപമാനിക്കുകയാണെങ്കിൽ അതെത്ര വേദനയായിരിക്കും? ഒരു നിമിഷം ചിന്തിക്കൂ. തോമാസേ, വരൂ, എൻ്റെ കയ്യിൽ വിരൽ വെച്ചു നോക്കൂ. ഈ വിലാപ്പുറത്തുള്ള കുത്തെന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാമോ? നിനക്ക് വേണ്ടിയാണ്. കൈകളിൽ എന്തുകൊണ്ടാണ് ആണി അടിച്ചിറക്കിയെന്നറിയാമോ? അത് നിനക്ക് വേണ്ടിയാണ്. നിനക്ക് വരേണ്ടിയിരിക്കുന്ന സകല ശിക്ഷാവിധിയും എടുത്തു മാറ്റാൻ നിനക്ക് വേണ്ടിയാണ് ഈ മുറിപ്പാടുകൾ. വന്നു നോക്കുക. ഉടനെ തോമാസ് എന്തു ചെയ്തെന്നറിയാമോ? 28 വാക്യം. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ചെറിയൊരു പ്രാർത്ഥനയായിരുന്നു. ആ ദിവസം തോമാസ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ അധികാരത്തിന് ഞാനിതാ കീഴ്പ്പെടുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അന്ന് തോമാസ് അനുദപിച്ചു. ഒരുപക്ഷേ ആ ദിവസം തോമാസ് അനുദപിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഭാരതത്തിൽ നമുക്ക് സുവിശേഷം എത്തപ്പെടാനുള്ള ചാൻസ് കാണില്ലായിരുന്നു. ആ ദിവസം തോമാസ് താൻ ചെയ്തതായ തെറ്റിനെ ഏറ്റുപറയാനിടയായി, അനുദപിക്കാനിടയായി. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭാരതത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് തോമാസ് എത്താനിടയായത്. സഹോദരീ സഹോദര, നീ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ കൈക്കൊണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അവൻ്റെ ക്ഷമയിലുള്ളതായ മാധുര്യത്തെ നിനക്ക് അനുഭവിച്ചെങ്കിൽ മാത്രമല്ലേ ആ ക്ഷമ എത്ര അത്ഭുതകരമാണെന്നുള്ളത് മറ്റുള്ളവരോട് പറയുവാൻ കഴിയുന്നത്. ഒരു നിമിഷം ആലോചിക്കുക. കർത്താവേ, ഞങ്ങളുടെ യേശുവേ, ഞങ്ങളെ ആയിരിക്കുന്ന നിലയിൽ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ പാദം മുതൽ ശിരസ്സു വരെയും നിന്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ, നിന്റെ സത്യത്താൽ നിറയ്ക്കണമേ, നിന്റെ വചനത്താൽ നിറയ്ക്കണമേ.
നിന്റെ ഇഷ്ടത്താൽ നിറയ്ക്കണമേ. നിന്റെ ആത്മഫലത്താൽ നിറയ്ക്കണമേ. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്താൽ നിറയ്ക്കണമേ. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാൽ നിറയ്ക്കണമേ. യേശുവേ, ഈ ദിവസം മുതൽ നീ ആശിക്കുന്ന രീതിയിലുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവേ, നിന്റെ മേൽ സമ്പൂർണമായുള്ള വിശ്വാസം തരണമേ. ആശ്രയം ഞങ്ങൾക്ക് നൽകണമേ. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ മഹത്വത്തെ കാണുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്. യേശുവേ, നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹ വിഷയമാക്കി അവരെ മാറ്റണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.